Good morning, sir. Yes, good morning, Savita. Good morning, sir. Okay, good morning, Anubaba. Okay, Morning, Arya. sir. Okay, good morning, Kirtana. Okay, Savita, good morning. Good morning, sir. Okay, good morning. Good morning, sir. Okay, good morning, Anjali. Good morning, sir. Okay, good morning, Fatima. Yes, let us start. Arabic. Okay, Anisha. Okay, Fatima, let us start. Okay, Anubaba. Okay, let us start. Okay, let us start. Yes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും പിന്നെ അതിനെ കുറിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പോയി. യെസ്, നമ്മൾ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ആ സമയം അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് പരിചയമുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയ ആളെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളാരാണ്? ഇതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയ പേഴ്സൺ ആരാണ്? യെസ്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പേരൊക്കെ നേരത്തെ റെഡി ആയിരുന്നു. പക്ഷെ സമയത്തിന്റെ അപര്യാപ്ത നിമിത്തം അത് നടന്നില്ല. അപ്പൊ നമുക്ക് ഇന്ന് അത് എടുത്ത് വെക്കാം. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഞ്ജലി അശോക്. അഞ്ജലി അശോക്. Yes, sir. ഓക്കെ. അഞ്ജലി അശോകിനെ വിളിച്ച് വേറെ വേണ്ടിയിട്ടുണ്ട്, ഇതിനു വേണ്ടിയിട്ടല്ല. അപ്പൊ എല്ലാവരോടും പറയാണ്, അഞ്ജലി അശോകുമായിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് സംസാരിച്ച് വരുമ്പോഴേക്കും നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സക്സസ്ഫുൾ പേഴ്സണെ കണ്ടുപിടിക്കുക. അതൊരു പക്ഷെ നിങ്ങളുടെ ഒരു ബന്ധുവാവാം, അതുമല്ലേ നിങ്ങളുടെ ഭർത്താവാം, നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാവാം. നമുക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള ആരെ കണ്ടുപിടിക്കില്ല. അതായത് അബ്ദുൽ കലാമോ ഗാന്ധിജിയോ അങ്ങനെ ഹൈ ലെവലിലോട്ട് പോകണ്ട. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ആളുകളില്ലേ, അവരെ നമുക്ക് നോക്കിയാൽ മതി. സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ 100% സക്സസ് ആവണമെന്നില്ല. അതിനകത്ത് ചിലപ്പോൾ കുറെ അപാകതകളൊക്കെ പറ്റിക്കാണ്. ഓക്കെ, എങ്കിലും സൗമ്യ എങ്കിലും നമുക്ക് തോന്നുകയാണ് റിബല്ല അതൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് നമുക്ക് പറയാം. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് ഐ സീ ഈസ് എന്ന് പറഞ്ഞിട്ട് പറയാണ് മിസ്റ്റർ രാമൻ അല്ലെങ്കിൽ മിസ്സിസ് എൽസി. ഷീ ഈസ് മൈ ആൻറ്റി. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അവളെ സക്സസ്ഫുൾ എന്ന് അല്ലെങ്കിൽ അവരെ സക്സസ്ഫുൾ എന്ന്? ബിക്കോസ് നമുക്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയാം.
എന്തുകൊണ്ട് നിങ്ങൾ അവരെ സക്സസ്ഫുൾ എന്ന് വിളിക്കുന്നു? നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളെ നമ്മൾ നോക്കിക്കാണാറില്ലേ? നമ്മൾ എന്നിട്ട് താരതമ്യം ചെയ്യാറില്ല. താരതമ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു നിഗമനത്തിൽ എത്താറില്ലേ? ഓക്കെ, ഈ സക്സസ്. സാർ ഞാനായിരുന്നു അന്ന് പറയേണ്ടിയിരുന്നേ. എന്നിട്ട് ടൈം കഴിഞ്ഞില്ലായിരുന്നോ? ഓക്കെ ഓക്കെ, ഇന്നിപ്പോ സൗമ്യ റെഡിയാന്ന് എനിക്കറിയാം. അതല്ലേ പറഞ്ഞു വന്നത്? അതെ അതെ, ഞാൻ പറഞ്ഞോട്ടെ. യെസ്, അതാ പറഞ്ഞോളൂ സൗമ്യ. അതാ എനിക്ക് സൗമ്യയുടെ അടുത്ത് പറയേണ്ടിയിരുന്നത്, സൗമ്യക്ക് അന്ന് സമയം കിട്ടാത്തതുകൊണ്ട് വെരി ഗുഡ്. മിണ്ടാതിരുന്നില്ല സൗമ്യ പറയാനായിട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇത് കഴിയുമ്പോ അടുത്ത ആളെന്ന് നോക്കി വെക്കട്ടെ. 5 ലക്ഷമേ ഞാൻ വരാം. ഓക്കെ, സൗമ്യ പറഞ്ഞോളൂ. Radish, my sister-in-law is the person who influenced my mind. Yes. I born in a carpenter family. Yes. He was working as carpenter. Yes. Radish, earning Yes. little money. Yes. My sister and his parents avoided by him by Yes. getting low wage. Yes. But we don't know that he preparing for the PSC exam. Yes. After his work, he finds the time to study. Yes. My sister also laughed at him, Yes. but his strong dedication and good faith attained his goal. Yes. That he got government job in KSFE and now he getting high salary. Very good. Very good. Very good. My mind is varying year and year. By Yes. by my sister by his strong decision, he reached his destination point. Yes. Myself, I am trying to follow him. Okay. Okay. That's all, sir. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പം പറയേണ്ട രീതി മനസ്സിലായില്ലേ സൗമ്യ പറഞ്ഞപ്പോ? സൗമ്യയെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ദി സക്സസ്ഫുൾ പേഴ്സൺ എന്ന് സൗമ്യ കാണിക്കുന്ന ആളെ കുറിച്ച് സൗമ്യ പറഞ്ഞു. ആരായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു? ഒരു കാർപ്പന്റർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പടിപടിയായിട്ട് ഉയർന്ന് KSEP ഉദ്യോഗസ്ഥനായിട്ട് മാറി. യെസ്, അപ്പോ ഹാവിംഗ് വെരി ബിഗ് സാലറി. അപ്പോ പറയുന്നത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള എന്റെ ലൊക്കാലിറ്റിയിലുള്ള ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഓക്കെ, കറക്റ്റ്. വെരി ഗുഡ് സൗമ്യ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ഫാത്തിമത്ത് ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന്, അല്ലെങ്കിൽ ഫാത്തിമത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പേഴ്സൺ എന്ന് ഫാത്തിമത്തിന് തോന്നിയിട്ടുള്ള ആരാണ്? ആ ലൊക്കാലിറ്റി എടുക്കുക, സ്വന്തക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ മാത്രം എടുത്താൽ മതി, അകലേക്കൊന്നും പോകണ്ട. സാർ ഞാൻ ഇപ്പോഴാ ജോയിൻ ചെയ്തത്, കുറച്ച് ടൈം. ഓക്കെ ഓക്കെ, യു ആർ അലൗഡ്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇത് പ്രിപ്പയർ ചെയ്തോളൂ. ഓക്കെ, ഇനി അടുത്തതാരാണ് പറയണത്? നിങ്ങളെ സ്വാധീനിച്ച നിങ്ങളുടെ നാട്ടിലുള്ള ഒരാള്, അല്ലെങ്കിൽ നിങ്ങൾ ദ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നിങ്ങൾ കാണുന്ന ഒരാള്. അഞ്ജലി പറയാമോ? പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് പറയാൻ ശ്രമിക്കുന്നതല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോളൂ. പറയട്ടെ. യെസ്. The successful person I saw in my locality is Ashwati, who is my aunt. She is an engineer. I saw in success in her life is she is financially independent and she carries her life with very happy, and she enjoying doing her job, and Okay, she cares both. Continue. Yes. She cares both her family too, and she's very loyal and she is very loyal and helpful. Okay. Helpful for others. Yes. That's also. Okay, very good, Anjali. അപ്പൊ അഞ്ജലി പറഞ്ഞു അഞ്ജലിയുടെ
പരിചയത്തിലുള്ള അശ്വതി, ഷീസ് influential person. Okay, very good. അപ്പോ അഞ്ജലി is also trying to become like that. അതുപോലെ അവൻ അഞ്ജലി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത നിങ്ങളുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു വ്യക്തി. രശ്മി ഇന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? സൂര്യ ഓക്കെ, ഞാനിങ്ങനെ പറയുന്നത് എനിക്കൊരു ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളാണ് പറയുന്നത്. നിങ്ങൾ റെഡി ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറയാം, അടുത്തത് പറഞ്ഞോളൂ. യെസ്, സഫീറ. Yes, the most successful person in your locality or in your family. നിങ്ങൾ കാണുന്ന ആ സക്സസ്ഫുൾ പേഴ്സണെ കുറിച്ച് 2 വാക്ക്. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. യെസ്, പലപ്പോഴും പുറത്ത് പ്രകടിപ്പിച്ച ഉള്ളില് ഒരു അല്പം ആദരവോടുകൂടി നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട്. അനുപമ. ഓക്കെ, അനുപമ പറയും. ഹെൽപ്പ് ചെയ്യണേട്ടാ. I will help you. Yeah, don't worry. Yes. In my thought, my auntie is a successful woman because he lost her husband in her young age. Yes. Then she faced many problems in her life. Okay. But she's very bold in her mind. Yes. She give her children good education. Yes. Then they get job. Yes. In hospital. Yes. And കല്യാണം കഴിപ്പിച്ചു വിട്ടുന്ന പറയാ. Okay. And they got married. They got married. Now she's very peaceful life. Yes. Because he do everything for his children. Yes. Now she's പറഞ്ഞ കഥാപാത്രത്തിന് അനുഭവം പറയുന്ന കഥാപാത്രം ഉദ്ദേശം അപ്രോക്സിമേറ്റ്ലി മനസ്സിലായില്ല. ഇപ്പോ 49. She is approximately dash years of age at present. Now present he is 49 years old. She's working now. That's all. Okay, very good. Okay. അല്ല, അനുഭവം നിങ്ങളുടെ ഓരോരുത്തരും ഉണ്ടാവും. നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങൾ നോക്കി കാണുന്ന അസൂയോടുകൂടി, പൊടിക്ക് അസൂയോടുകൂടി ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ നോക്കി കാണുന്ന ആളുകൾ നമുക്ക് ആയതിന് വലിയ കൊമ്പത്തല്ല. നമ്മുടെ ചുറ്റിലും നോക്കുക. നമ്മൾ കാണുന്ന ആളുകൾ നിശബ്ദരായിട്ട്, ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അൺസൗണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു രീതി നമുക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു റോൾ മോഡൽ റോൾ മോഡൽ അല്ലെങ്കിലും ഏതാണ്ട് റോൾ മോഡൽ പോലെ നമ്മൾ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആദരവോടുകൂടി കാണുന്ന അങ്ങനെ ഒരാള് ഉണ്ടാവും. അപ്പൊ സഫീറ 120-ലാണ്, അതുകൊണ്ടാണ് സഫീറ പറയാത്തത്. ത്യാഗരാജൻ യെസ്, ത്യാഗരാജൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? ഓക്കെ. യെസ്, അടുത്തത് ആഷിലി. യെസ്. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നാട്ടുകാരിയോട് തന്നെ ചോദിക്കാം. അനീഷ ശ്രീജിത്ത്. ഓക്കെ, പറഞ്ഞോളൂ അനീഷ. അതല്ല സാറേ, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തുള്ളൂ. എഴുതിക്കൊണ്ടിരിക്കുന്ന സെന്റൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ആലോചിച്ച് എഴുതിക്കൊണ്ടിരിക്കണേ ഉള്ളൂ.
Okay. Get ready. Okay, Nisha, you have enough time. Don't worry. Okay. Ini, Ravi Ramachandran. ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ചമ്മുകയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ രസസമേതം അറിയിച്ചുകൊണ്ട് അടുത്ത ആളുടെ പേര് വിളിക്കുകയാണ്. സവിത. Yes, sir. Okay, Savita. In our neighborhood, a person he built a very big house. Yes. In our area, it's the biggest house actually. Yes. So I went there. There's a house ceremony. So not only me, whole our area full people are there. Yes. Because I don't know about Yes. him, but just I asked. Before that, he was working as a small worker in a bakery. Yes. And then later he learned the job of how to prepare and everything. Yes. And then later the owner of that bakery, they have some problems, and then they went to some other countries, and then he asked them to take over the bakery and everything. So then he Oh, started yes. as a small bakery. Still it's there. So later now he owns for 3 to 4 bakeries in that area. So many Yes. local areas. And then other than his bakery, no other bakeries, so many bakeries are there open there, but they can't compete with him. Yes. Still, and there is no bakery at all except his bakery there. Yes. I think he is the most successful person in our area. Okay, very good, Savita. Very good. Savita കൃത്യമായിട്ട് നോക്കി കാണുന്നു. Okay. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ചുറ്റുപാടൊക്കെ നോക്കി കഴിയുമ്പോൾ സക്സസ്ഫുൾ പേഴ്സൺ നിങ്ങൾ കാണില്ലേ? ചിലപ്പോൾ ഏറ്റവും വളരെ ഹമ്പിൾ ആയിട്ട് ആരംഭിച്ച് പടിപടിയായിട്ട് ഉയർന്ന് ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിടാതെ കാത്തു സൂക്ഷിച്ച് പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടാവില്ലേ? യെസ്, സാൻജോ ലിസൺ. ഹലോ സർ. ഓക്കെ, സാൻജോയുടെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ സാൻജോയുടെ സർക്കിളില് ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയാവുന്നതാണ്. In my opinion, my cousin sister is the most influential person of me in my life. Your cousin sister is a successful person. Please. Yes, sir. Therefore, in the marriage before, she wasn't get a job, but she was in marriage. Then she her get a job. Yes. I have also headache and cold out, so that's why I'm so sound is ugly. No problem. No way. We are not feeling it is ugly. We did very good sound. Okay. No problem. Okay. Carry on. പറഞ്ഞു. ആസ്വദിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ. എല്ലാവരും കേട്ടിട്ട് നിങ്ങളും അതിന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ കണ്ടെത്തുന്നത്. ഓക്കെ, സാൻജോ കണ്ടിന്യൂ. Therefore, my cousin sister was very struggling to get a job. So she was very very shy and very like she was getting bullied to everyone. But she get a job as like in 2024 as the village officer of the Moolavattam. Oh yes. Okay. So thank you, sir. Okay. Very good, Sanjo. Very good. കണ്ടാ, അതൊക്കെ ഓരോരുത്തർക്കും നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നമ്മളെ ഇങ്ങനെ സാഹചര്യങ്ങളോട് പടപെരുതി കടന്നു വന്ന പല ആളുകളുണ്ട്. ഓക്കെ, ജാക്സ്. യെസ്. സനില. Sir. Okay, Sanila, what is the successful person in your circle? Sir, കുറച്ച്
The most successful person I see is my neighbor. He is my Neighbor, and he is also my friend. Hello. Okay. We are hearing. Okay, don't worry. His name was Aman, and he was born and brought up in a poor family. Yes. His parents work hard to send him and his. He has a brother. Yes. Send him and his brother to school. He was a very brilliant student. Yes. In school. His dream was to become a doctor. Yes. His hard work, dedication made him to achieve his dream. Now he is a doctor. Yes. And his brother also got a good job in. Yes. Job. Now they help their parents. They build their own house. Yes. Actually, they are in a rented house. Yes. Now they are in their new home. Yes. They help their parents. Yes. I see he's a successful person in my life. Okay. He is a successful person in my locality. Okay. Very good. He was born and brought up in a poor family. From a rented house, he reached to his own house. Okay. Very good. Okay, Sarita. Kirtana. ഒരു 5 മിനിറ്റ് സാർ ഇപ്പൊ പറയാം. Okay. Very good. അത് നേരത്തെ നമ്മളൊരു ഫാത്തിമത്ത് ഒരു 5 മിനിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ. Okay, get ready. പറഞ്ഞോളൂ. Ready. Okay, പറഞ്ഞോളൂ ഫാത്തിമത്ത്. The successful person in your locality. I influenced a person. She is my own sister, Fabia Innes. Yes. Her behavior is better than me, like divine, loyal, and peaceful mind woman. Yes. She had a better education and get a assistant manager in a website company. Very good. Okay. She treated every man and woman equally. If there is a problem, she will handle very easily with a better solution. Very good. Yes. She is achieved in her life. Yes. Our house is fully silent without her presence. Oh, very good. Yes. Okay, Fatima. According to Fatima, the successful person Fatima has is her sister. Okay, very good. Okay. Yes. സിസ്റ്ററോടൊക്കെ തല്ലുപിടിക്കും അതൊക്കെ ഉണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യത്തോടെ വരുമ്പോ യാഥാർത്ഥ്യമാണ്. ഓക്കെ, വെരി ഗുഡ്. ജസ്ന പറഞ്ഞോളൂ. ജസ്ന അവിടെ റെഡി ആയിട്ട് സാറൊന്നും വിളിക്കുകയാണെങ്കിൽ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സിലായി. യെസ്. My brother is the successful person that I seen because he worked early 10 years old and he suffered a lot. At that time he earned daily 10 rupees. Oh, yes. Now he is a pharmacist of Sharjah, UAE. And he is monthly earn 1 lakh and more. Oh, very good. And he is the best employee of that shop. Okay, very good. Okay, but she is the motivator of Jasna. Okay, very good, Jasna. Very good. That's വളരെ simple ആണ്. From 10 rupees per day to more than 1 lakh per month. Okay. അപ്പൊ നമുക്കത് സ്വാഭാവികമായിട്ട് തോന്നൂല. അപ്പൊ അവര് നമ്മുടെ വീടിന്റെ അരികത്താണ് താമസിക്കുന്നതെങ്കിൽ അടുത്തൊരാളും പറഞ്ഞു തന്നെ he is my motivator, he is a successful person in my life. നിങ്ങൾ പരിശ്രമിച്ചാൽ മതി, വിജയം നിങ്ങളെ തേടി വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പറയുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ആളുകൾ വിജയിച്ചവർ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് തോന്നൽ വരുന്നത്. ഫാരിസ് മോളു.
Yes. Jismi James. Jismi James. Yes. She is not going to marry the calendar. Nijma Nawaz. Nijma Nawaz. Yes. Anisha, ready are you? Anisha Srijit, are you ready? Yes, she is getting ready. Grishma. Grishma. Ever. Grishma, are you? Okay. Grishma. Yes, sir. Okay, for you. What is a successful? Who is a successful person in your locality? In my locality, successful person is my neighbor. He was born a poor family. Yes. They live in a rented house in his childhood. Yes. And then his father bought a small house. Yes. After his study, his uncle sent to he in Dubai for work. Yes. After few years, he built a biggest house in my locality. Yes. And he bought a lot of land and he became a rich in our locality. So, Yes. in my view, he is successful person. Okay, Grishma, very good. Very simple. Grishma, you can cover the one. അപ്പോൾ ചെറിയൊരു വീട് അവിടെ അച്ഛൻ പണിയെടുക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലോട്ട് ആ ചെറിയ വീടും അച്ഛൻ പണിയെടുക്കുന്നതും അങ്കിള് വരുന്നതും ഗൾഫിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഇങ്ങനെ ഒരു കഥ പോലെ അവിടെ മനസ്സിലോട്ട് അങ്ങനെയാണ് പോയി. ഓക്കെ, വെരി ഗുഡ് ദേഷ്മ. ഓക്കെ. ജിനി ജോണി. Yes, sir. Yes, പറഞ്ഞോളൂ ജിനി ജോണി. Who is a successful person in your life? Mr. Johnny, he is my husband. My husband is my favorite person in my life. Okay. So I am proud of my husband. My husband has been working in abroad for more than 16 years. Yes. But our life is not settled at that time. So my husband's salary is very low at that time. So after 1 year, as a result of my prayers, I now have a good job in another company. The salary is very okay now. Yes. My family and my family members are very happy. Yes. My husband is working in HR position at this company. Okay. So I am very proud this moment. Yes. My husband is very caring, loving, and responsible person in my life and their company. Okay, Ginny, very good. You are a very lovely wife. It is because of my prayers he got a better job. Okay, Ginny, very good. Keep it up. Very good. Rebila. Sir. How are you, Rebila? Who is a successful person in your locality, in your mind? തെറ്റായിരിക്കും, എന്നാലും ഞാൻ ശ്രമിക്കാം. No? ശ്രമിക്കാം ഞാൻ. Okay, മതി. Attempt. Try to attempt. Successful person, my friend Adira. Yes. She is better education, SLC, +2 degree and extra good mark. Yes. And many hard work in job. Yes. She have job. Who is Adira? What is your relationship with Adira? My friend, adu paranga successful person, my friend Adira. Okay. She have job in Chennai. Yes. And good salary. Yes. അത്രേ ഉള്ളൂ. Very good. Okay. Rita, Rebila, very good. Okay. Very good.
അശ്വതി രാകേഷ്. ഫാത്തിമത്ത് പറഞ്ഞോ? യെസ് സാർ, പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. റിയ അസ്ഹർ. റിയ അസ്ഹർ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ലേ? അയാളെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റില്ലേ? എവിടെ? ജിഷ്ണ പ്രകാശ്. നിതീഷ് മോഹൻ. നിതീഷ മോഹൻ. യെസ്. ശ്രുതി ശിവൻ. ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ വെറുതെ പേര് വിളിച്ച് സമയം പോവുകയാണ് കേട്ടോ. ദർശന സുരേഷ്. ദർശനെങ്കിലും വരും. യെസ്. ജിജിമോൾ. ലേഖ വരുമെന്നറിയാം. ലേഖ. ലേഖയും കഴിഞ്ഞു. സുമിത അനിൽ. യെസ്. ഒരു നിങ്ങളുടെ ലൊക്കാലിറ്റി. ഓക്കെ, ലേഖ വന്നു. ലേഖ. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ സാർ. അതായത് ലേഖയുടെ നാട്ടില് തൊട്ടയൽമക്കൾ സ്വന്തക്കാരുടെ ഇടയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് ലേഖ കാണുന്ന ആരെയാണ്? മൈ സക്സസ്ഫുൾ പേഴ്സൺ ഈസ് മൈ ഫാദർ. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? റീസൺ അത്ര 1-2 റീസൺസ്. I was 2 sisters and 1 brother. 3 my sisters and my marriage is very സാർ ഞങ്ങളെ നല്ലതുപോലെ പഠിപ്പിച്ചു, കല്യാണം കഴിച്ചു. അതായത് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, ഒരു സഹോദരനുമാണ്. അപ്പൊ ഞങ്ങളെ 3 പേരെയും നല്ല ഭംഗിയായിട്ട് പഠിപ്പിക്കുകയും ഞങ്ങളെ കല്യാണം കഴിച്ചയക്കുകയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഞങ്ങളെല്ലാം നല്ലതുപോലെ വളർത്തി നല്ല രീതിക്ക് കല്യാണം കഴിച്ചു വിട്ടു. അതിനൊന്ന് പറഞ്ഞെന്താ സാർ, ഞാൻ അതിന് ഇംഗ്ലീഷിലാക്കി. ഇതാണ് സംഭവം. ഓക്കെ ലേഖ, അത് പറഞ്ഞപ്പോ തന്നെ റിയാക്ട് ചെയ്തില്ലേ? അതിനാണ് A+ വരുന്നത്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നേരത്തെ 5 മിനിറ്റ് ചോദിച്ചവരൊക്കെ ഉണ്ടല്ലോ. കീർത്തന. കീർത്തന കഴിഞ്ഞിട്ട് സൗമ്യനെ വിളിക്കാം. കീർത്തന. ഓക്കെ. My husband is most successful person in my life. Yes. Why? Because he is working very hard. Yes. His financial background is very bad. Yes. Father, mother, sister-in-law in his house. Yes. In age 20, he is going to Gulf country. Yes. And searching a job. Yes. This age is most beautiful and young age. Yes. He is lost every അല്ലാതെ ആ സമയത്ത് ആ ഏജിലെ ആളുടെ എല്ലാ സംഭവങ്ങളും അവിടെ ലോസ്റ്റ് ആയി. Every pressure of life. അല്ലേ? ജീവിതത്തിലെ എല്ലാ. ഓക്കെ ഓക്കെ. Understand. Okay okay okay. Very difficult in searching a job in Gulf country. Yes. Because a language problem and age, everything. Yes. He is searching a job is very sincerely. Yes. He get a job. അത് എന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടി, പക്ഷെ അതൊരു താൽക്കാലം ഒരു ആശ്വാസത്തിനുള്ള ഒരു ജോബായിരുന്നു. അത്രയ്ക്ക് നല്ല ജോലിയില്ല. He is working very hard. Yes. He is struggling very much. Most struggle with food. Yes. ഫുഡ് ആൻഡ് മണി. അതായത് ഒരു നേരത്തെ ആഹാരത്തിന് ആള് നന്നായിട്ട് ബുദ്ധിമുട്ടി. കാരണം
പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഒരു ഈന്തപ്പഴം കൊണ്ട് പോലും അഡ്ജസ്റ്റ് ചെയ്ത ദിവസങ്ങളുണ്ട് എന്ന്. അതുകൊണ്ട് അതിപ്പോ ആളത് മനസ്സിലാക്കിയതായിരിക്കും. ഒരിക്കൽ പോലും ഫുഡ് വേസ്റ്റ് ചെയ്യില്ല. എന്ത് ഫുഡ് കൊടുത്താൽ പോലും ആൾ കഴിക്കും. നോന്ന് പറഞ്ഞിട്ടേ ഇല്ല. Very good, very good, very good. He realized the another way in അതായത് ഈ ജോലിയിൽ അധികം അത്ര തൃപ്തി ആയിരുന്നില്ല. ആള് മനസ്സ് വിചാരിച്ച ആളുടെ വഴി ഇതല്ല, വേറൊരു വഴി എന്തായാലും ആൾക്ക് വരുമെന്ന്. ആള് ആൻഡ് he is struggling very much and he get a driving license. Yes. And he get a new job in VPS Medeor Hospital in Dubai. Yes. And change her life and marriage our sister and build a new home and he is married. Finally, he get everything. In this time, he is working very hard. He is struggle in future life and building in future. Yes. Thank you. Okay. കീർത്തനം മനസ്സിൽ ഇങ്ങനെ കിടത്തിയായിരുന്നു അല്ലെ? ഭർത്താവിനെ കുറിച്ച് പറയാനായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ഇതൊക്കെ സഹിച്ച് നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള പല ആളുകൾ ഉണ്ടാവില്ലേ? ഓക്കെ. വെരി ഗുഡ് കീർത്തന, വെരി ഗുഡ്. കീർത്തന പറഞ്ഞു തന്നെ ഇവിടെ ഗ്രാമീൺ മിസ്റ്റേക്കിനേക്കാൾ കൂടുതലായിട്ട് കീർത്തനയുടെ മനസ്സാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കണ്ടത് അല്ലേ? ശരിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഹു ഈസ് നെക്സ്റ്റ്? സൗമ്യ. സർ, ഞാൻ ലുക്ക് ആഫ്റ്റർ എന്നുള്ള വേർഡ് പറ്റില്ലേന്ന് ചോദിക്കാനായിരുന്നു. ലുക്ക് ആഫ്റ്റർ, സംരക്ഷിക്കുക, പ്രൊട്ടക്ട്. ഓക്കെ. പ്രൊട്ടക്ട്. യെസ്. ഓക്കെ, ഇനി ആർക്കാണ് നേരത്തെ പറഞ്ഞിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശരിയായ സമയം ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. യെസ്. ഓക്കെ, ആരാണ്? സാർ, ഞാൻ പറയാം. ഓക്കെ, ആദിത്യ പറഞ്ഞോളൂ. സാർ, ഇതൊരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെറൈറ്റി ആയിട്ട് പറയൂ. ഓക്കെ. അപ്പൊ അത് അടുത്ത ആൾ കേട്ട് കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് അടുത്ത് വേറെ ഐഡിയ ജനറേറ്റ് ചെയ്തോളൂ. ഓക്കെ. ജസ്റ്റ് ലൈക്ക് എ സ്റ്റോറി ആദിത്യ പറയുന്നു. യെസ്. ഓക്കെ, പറഞ്ഞു ആദിത്യ. Life has a way of throwing challenges at us when we at least expect it. Yes. For one young boy, an childhood accident left him with a sentence that felt like the end of a dream. Yes. The doctor said he'd never walk again. Yes. But he didn't believe them. He worked hard, pushed through pain, and proved them all wrong. Yes. Step by step, he showed the world that nothing is impossible. Okay. And he is not just a man who inspires me. He is my future husband. Yes. Okay. The one who taught me the true meaning of strength and courage. Yes. He didn't just walk again. He just walked into my life. Yes. That's all. Okay. ആദിത്യ വളരെ രസകരമായിട്ട് പറഞ്ഞു. ഓക്കെ. വെരി ഗുഡ് ആദിത്യ. ആദിത്യന് ഒരു കാവ്യാത്മകമായ കഴിവൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെങ്ങനെ ഒരു കഥ പോലെ പറയാൻ പറ്റിയില്ല. ലാസ്റ്റ് ആണ് he is my future husband എന്ന് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, രാഖി രാമചന്ദ്രൻ. യെസ്. ഓക്കെ, ഇനി ആർക്കാണ് പറയാൻ താല്പര്യമുള്ളത്? നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ നൈബേഴ്സില് നിങ്ങളെ സ്വാധീനിച്ച വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ട് താല്പര്യമുണ്ട്, പറയാം. യെസ്, യു ആർ നോട്ട് റെസ്പോണ്ടിങ്. അത് ഞാൻ അടുത്തിലോട്ട് കടന്നേക്കട്ടെ. യെസ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമുക്കിനി കുറച്ച് സമയമുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ അടുത്തിലോട്ട് പോകുന്നില്ല. അടുത്തൊരു ടെൻസ് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. യെസ്, I am going to ask you some questions.
Okay. About all these questions are connected with Diwali or Deepavali. നമ്മൾ പറയുന്ന ദീപാവലിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ദീപാവലിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പറയത്തുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിനകത്ത് ആദ്യം ഉത്തരം പറയുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പാടാണ്. നമുക്കൊരു കാര്യം ചെയ്താല ടൈപ്പിൽ അയക്കാല ആൻസർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഉത്തരം ടൈപ്പ് ചെയ്യുന്ന 3 പേർക്ക് അങ്ങോട്ട് കൊടുക്കാം. യെസ്, പറയുന്നതല്ല, ടൈപ്പ് ആകാം. ഈ ഒരു ഭാഷ അങ്ങനെ പോയി നോക്കട്ടെ. നമുക്ക് അതിന്റെ പിന്നീട് നമുക്ക് മാറ്റണമെങ്കിലും മാറ്റാം. അപ്പൊ ആദ്യം ഉത്തരം ടൈപ്പ് ചെയ്യുന്ന 3 പേർക്ക് നമുക്ക് പോയിന്റ് കൊടുക്കുന്നതാണ്. യെസ്. Question number 1. What is the meaning of the word Diwali? ഗ്രീഷ്മ, കീർത്തന, അനുപമ. അപ്പൊ ഞാൻ ആരുടെ പേരൊക്കെയാണ് പറഞ്ഞത്? കീർത്തന, ഗ്രീഷ്മ, അനുപമ. അത് ശരിക്കും നിങ്ങൾ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ലൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് Diwali? That is called row of light എന്നാണ്. ROW, row of light എന്നാണ് കറക്റ്റ്. ഓക്കെ, റോ ഓഫ് ലൈറ്റ് എന്നാണ്. പക്ഷെ ലൈറ്റ് എന്ന് പറഞ്ഞുള്ളൂ. എന്നാലും ഞാൻ കീർത്തനക്കും ഗ്രീഷ്മക്കും അനുപമക്കും ഓരോ പോയിന്റുകളും ഇട്ടിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ 3 പേരുടെ പേര് വായിക്കുമ്പോൾ ഓർമ്മിട്ടാണ് കേട്ടോ, മറന്നുപോയത്. വിച്ച് ലാംഗ്വേജ് ഡസ് the word Diwali come from? Yes. കറക്റ്റ് ആൻസർ ആയിട്ടില്ല. ആരും കറക്റ്റ് ആൻസർ വന്നിട്ടില്ല. അപ്പൊ സഫീറ ആൻഡ് സാൻജോ കേട്ടോ. 2 പേര് കറക്റ്റ് ആണ് പറഞ്ഞത്. സഫീറ ആൻഡ് സാൻജോ കേട്ടോ. സഫീറ ആൻഡ് സാൻജോ. It is coming from Sanskrit കേട്ടോ. Which language does the word Diwali come from? Is the correct answer is Sanskrit. അപ്പൊ പറഞ്ഞത് സഫീറ ആൻഡ് സാൻജോ. ഓക്കെ, കറക്റ്റ്. ഓക്കെ. ഇനി അടുത്തതിന്റെ ആൻസർ ഇത്തിരി ലെങ്ത് ഉണ്ടാവും. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കുക. വാട്ട് ഈസ് ദി theme of the festival Diwali? What is the theme of festival Diwali? യെസ്, അത് ആയിട്ടില്ല. കറക്റ്റ് ആൻസർ ആരും വന്നിട്ടില്ല. സവിത കുറച്ചും കൂടി. തീം. സോറി സൗമ്യ, സോറി. ഓക്കെ. അപ്പോ കുറച്ചുകൂടി ഉത്തരത്തോട് അടുത്ത് വന്നത് സനിലയാണ്. സനില ആൻഡ് സഫീറ കേട്ടോ. സഫീറ ആൻഡ് സനില. ഓക്കെ, 2 പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. What is the theme of the festival Diwali? It is the victory of light over darkness. ഏതാണ്ട് അതേ അർത്ഥത്തിൽ വന്ന ആൾക്കാർക്ക് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. The victory of light over darkness. ഓക്കെ. അടുത്തത്. What are the lamps, lamps
that we light during Diwali called dash. Again, name of the lamps that we light during Diwali is called dash. Name of the lamp. Sorry, Aditya, sorry, Jasna. ഒരാളുടെ ശരിയായിട്ടുണ്ട്, രണ്ടാമത്തെ ആളുടെ ശരിയായിട്ടുണ്ട്. ഞാനിത് ശരിയെന്ന് പറഞ്ഞ പിന്നെ വേറെ ആരും പറയൂല, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നാണ്. ഓക്കെ മതി 3 പേരായി കേട്ടാ. അപ്പോ സഫീറ ശരിയാണ്, അനുപമ ശരിയാണ്, പിന്നെ ഒരാൾ കൂടി പറഞ്ഞതല്ല, ദിയ എന്നാണ് പേര്. ദിയ എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ ആള് സഫീറ, അനുപമ. സഫീറ ഉണ്ടായിരുന്നു, അനുപമ ഉണ്ടായിരുന്നു, പിന്നെ ജിനി ജോണി അല്ലേ? ഓക്കെ ജിനി ജോണി. ഓക്കെ ജിനി ജോണി. ഓക്കെ, ആ വിളക്കിന്റെ പേര് ദിയ എന്നാണ്. നേരത്തെ ചോദ്യം ചോദിച്ചപ്പോ 1-2 പേര് ആ പേര് പറഞ്ഞു. ഓക്കെ, the name of the lamps. Okay. The name of the lamp that we light during Diwali is called diya. ഇനി അടുത്തത് പെട്ടെന്ന് പറയുന്നത്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 2 ആൻസർ ഞാൻ പറയും, അതിനകത്ത് 1 ആൻസർ, അത് കറക്റ്റ് ആയാൽ മതി. യെസ്, ചോദ്യം ഇതാണ്. when Diwali is celebrated. ഇതില്ല, കീർത്തന പോലെ ആൻസർ ഞാൻ പറയാം. 2 ആൻസർ പറയുന്നുണ്ട്. 1, ഫുൾ മൂൺ നൈറ്റ്. രണ്ടാമത്തത് ന്യൂ മൂൺ നൈറ്റ്. ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഫുൾ മൂൺ നൈറ്റ്, ന്യൂ മൂൺ നൈറ്റ്, ഏതാണ്? യെസ്. അപ്പോ അനീഷ ആൻഡ് സനില ആൻഡ് ഗ്രീഷ്മ. അനീഷ നേരത്തെ വന്നിട്ടില്ല അല്ലേ? അനീഷ, സനില ആൻഡ് ഗ്രീഷ്മ. ഓക്കെ, യെസ്, അത് ശരിയാണ്. ഇത് ന്യൂ മൂൺ ലൈറ്റ് ആണ്. ഓക്കെ. യെസ്. അടുത്തത്, പീപ്പിൾ ഡെക്കറേറ്റ് their houses with patterns, patterns, patterns of colors. ഈ ദീപാവലി സമയത്തുള്ള കേസാ പറയുന്നത്. പീപ്പിൾ ഡെക്കറേറ്റ് their houses with patterns of colors. What is it called? Sorry. ജസ്ന, റിയ, പിന്നെ സഫീറ. രംഗോലി കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ജസ്ന, റിയ and Safira. It is called Rangoli. Very good. Okay. Sarida. ശരി. Okay. How many days are Diwali celebrated? How many days? Okay. കിട്ടിയല്ലോ. 5 days. അപ്പോ സഫീറ, അനുപമ ആൻഡ് സഞ്ജു. ഇവരാണ് ആദ്യം ആൻസർ പറഞ്ഞത്. 5 days. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, വാട്ട് ഈസ് ദി
common sweet, SWEET, sweet distributed in Diwali. What is a common? Anjali, Grishma, Anisha. Okay. Anjali നേരത്തെ വന്നിട്ടില്ലല്ലോ. അഞ്ജലി, ഗ്രീഷ്മ, അനീഷ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അനീഷത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ശരിയാണ്. സ്വീറ്റിന്റെ പേര് ലഡു. ഓക്കെ. വെരി ഗുഡ്. യെസ്. അടുത്തത്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ? ചോദ്യം ഇതാണ്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ Diwali is celebrated as Kali Puja? In which part of India Diwali is celebrated as Kali Puja? Okay. അപ്പൊ നമുക്ക് പറയാം, അനീഷ, സഫീറ ആൻഡ് റിയ. മൂന്ന് പേര് കറക്റ്റ് ആൻസർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ. ഓക്കെ. ബംഗാളിൽ ഇപ്പൊ സ്പെല്ലിംഗ് ഒന്ന് പോയിട്ടുള്ളൂ. അപ്പോ അനീഷ നേരത്തെ വന്നിട്ടുണ്ട്? ഇല്ല അല്ലെ? അനീഷ വന്നിട്ടുണ്ട്. സഫീറ ആൻഡ് റിയ നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ, റിയ. Very good. Okay. So in which part of the India is Diwali celebrated as Kali Puja? That is West Bengal. Yes. ഇനി ഈ ദീപാവലി നാളില് what do the families often buy to symbolize prosperity? What do the families often buy to symbolize prosperity? ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് ആ നാളുകളിൽ വാങ്ങുന്ന ഐറ്റം. ഓക്കെ. അപ്പോ രണ്ടുപേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ സമയം കഴിഞ്ഞിട്ട് പറയാം. ഒന്ന് സനിലയും ഒരു സുസ്മിതയും കറക്റ്റ് ആൻസർ പറഞ്ഞത് കേട്ടോ. സനില ആൻഡ് സുസ്മിത ആദ്യമായിട്ട് വന്നാണല്ലേ? ഓക്കെ. സുസ്മിതയും കറക്റ്റ് ആൻസർ ആണ്. ചോദ്യം ഇതായിരുന്നു. ആൻസർ ഇതാണ്. സുമിത. ഓക്കെ. നോ പ്രോബ്ലം. ആൻസർ ഇതാണ്, ഗോൾഡ് കേട്ടോ. വാട്ട് ഡു ദ ഫാമിലീസ് ഓഫൺ ബൈ ടു സിംബലൈസ് പ്രോസ്പെരിറ്റി? പ്രോസ്പെരിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വാങ്ങുന്ന ഐറ്റം ഏതായിരുന്നു എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഇറ്റ് ഈസ് ഗോൾഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the oil traditionally used in diyas? Diyas വിളക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. What is the oil traditionally used in diyas? ഓക്കെ. പുതിയ ആൾക്കാർ വരട്ടെ. ഓക്കെ. അപ്പൊ ഈ സമയം കുറച്ച് കഴിഞ്ഞതിന്റെ പേരിൽ ഇതിന്റെ ഇടയ്ക്ക് രണ്ടുപേര് ആൻസർ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. സഫീറയും റിയയും പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. ഓട്ടെ, റിയ ആൻഡ് സഫീറ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. എന്താണത്? കടുക് ഓയിലാണ്. മസ്റ്റാർഡ് ഓയിൽ. ഓക്കെ. ജിനിയും പറഞ്ഞിരുന്നു അത്. യെസ്. ഓക്കെ. ജിനി.
Okay, very good, very good, very good. Okay. അപ്പൊ ഈ അടുത്ത ചോദ്യത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് നീളമുള്ള അനുസരണം സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ചോദ്യം പിടികിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചത്. ഞാൻ ചിലപ്പോൾ മാർക്ക് രേഖപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒരു മാർക്കൊക്കെ അല്ലാതെ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. പെട്ടെന്ന് രേഖപ്പെടുത്തുമ്പോൾ ഒരു മിസ്റ്റേക്കാണ്. ഇത് ഒരു മത്സരമല്ല, ഇറ്റ് ഈസ് ഒരു അല്ലാതെ ഉള്ളൊരു ഗെയിമായിട്ട് കണ്ടാൽ മതി. അപ്പൊ സുസ്മിത ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ജിനി ജോണി ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അഞ്ജലി ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ജിനി ജോണിയും ജിനിയും ഒരാളുണ്ട്, അപ്പൊ ഒരു പോയിന്റ് ഉണ്ട്, ജിനിക്ക് 2 പോയിന്റ് ഉണ്ട്. ഓക്കെ. ജസ്നക്കും ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സാൻജോന് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. കീർത്തനക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. റിയയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അനീഷക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഗ്രീഷ്മക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അനുപമക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സനിലക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സഫീർക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നവരായിരുന്നു. ആദ്യത്തെ 3 ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വരാതെ പോയതാണ്. ഓക്കെ, അപ്പൊ ഇന്നും നിങ്ങളുടെ പ്രകടനം വളരെ നന്നായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നതേ, ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ അതങ്ങനെ ഉപയോഗിക്കാം, പറയുന്നത് തെറ്റിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. കുറച്ചുപേര് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ സാറേ ഒന്ന് ഹെൽപ്പ് ചെയ്യണോട്ടെ എന്ന് പറഞ്ഞില്ലേ, ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിലുള്ള സക്സസ്ഫുൾ പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ അത് പറയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടി കടന്നു വരും. ഓക്കെ, എനിക്കും അതുപോലെ ആവണം, അല്ലെങ്കിൽ അധ്വാനിച്ചാൽ അതിന് ഫലം കിട്ടും എന്നുള്ള കാര്യം ജീവിക്കുന്ന ഉദാഹരണം എന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്നൊരു പോസിറ്റീവ് തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരും. Okay, your performance was very good. Wish you all the best. We will meet next day. Okay, bye. Okay, Kirtana.